കുറച്ചു മാസത്തെ വീട്ടിലെ ജീവിതത്തിന് ഇന്ന് പര്യന്തം. അതെ, ഇന്ന് നമുക്ക് തിരിച്ച് കോളേജിലേക്ക് പോകാം. എന്റെ ഭൂരിഭാഗം സാധനങ്ങളും ഹോസ്റ്റലിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പാക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. തലേന്ന് തന്നെ ഞാൻ പാക്ക് ചെയ്ത് രാവിലത്തെ ട്രെയിനിന് എത്തിയെങ്കിലും ഞാൻ എത്തുമ്പോഴേക്കും ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ പറയണ്ടല്ലോ, ഒരു മാസത്തെ ക്ലാസ് അവിടെ ബെൻഡായി കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിത് ഒന്നും തിരിഞ്ഞില്ല. റൂമിലെത്തുമ്പോഴേക്കും അതിനെക്കാട്ടി വലിയ അവസ്ഥയായിരുന്നു. നോമ്പൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ തന്നെ പിന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് പിന്നെ ഈ ടാബിൽ കൂടിയേ സെറ്റാക്കാൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മൊത്തത്തിലൊന്നും മെനക്കെടുത്താലേ എനിക്കിവിടെ നിൽക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. അങ്ങനെ റെസ്റ്റിന് ഒരു പപ്പായൊക്കെ കഴിച്ചു കിട്ടും. പിന്നെ ടാബിലൊക്കെ ക്ലീനിങ് വീണ്ടും തുടങ്ങി. നൈറ്റ് ആകുമ്പോഴേക്കും ഒരു അവൽ മിൽക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. ചില പരിമിതികളിൽ ഉണ്ടായ ഒരു അവൽ മിൽക്കാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ അന്നത്തെ രാത്രി തീരെയാണ്. പിറ്റേന്ന് ഞാൻ കൃത്യം 4 മണിയാകുമ്പോൾ എണീച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉറക്കുണ്ടായിരുന്നില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ഉമ്മ എത്തായത്തിന് വിളിക്കാറുണ്ടാവും. ഇവിടെ പിന്നെ അതൊന്നും നമുക്ക് കിട്ടൂലല്ലോ, നമ്മൾ തന്നെ എണീക്കണല്ലോ. സോ ബൈ ദ വേ പറഞ്ഞു വരുന്നത്, ഇന്ന് അത്തായത്തിന് മോരുകറിയും പപ്പടവും ചോറും മീൻപൊരിച്ചും സോയാബീനും ഒക്കെ ആണ് ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ചായന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാട്ട് കിട്ടിയാലും ഞാൻ കുടിക്കും. കാരണം മൈഗ്രൈൻ്റെ ഇഷ്യൂ എനിക്കുള്ളതാണ് കേട്ടോ. ഇങ്ങനെ രാവിലെ തന്നെ എണീച്ച് ഒറ്റക്ക് പോയി ഇരുന്ന് കഴിക്കുന്നു, അതൊരു ശരിക്കും പറഞ്ഞ ഒരു ചടക്കുന്ന പരിപാടിയാണ്. ശരിക്കും ഭയങ്കര മടുപ്പ് വരും. ആ ടൈമിലാണെങ്കിൽ ആരും ഉണ്ടാവില്ല. പിന്നെ ഭൂരിഭാഗം ആൾ എണീക്കുമ്പോഴേക്കും നല്ല തിരക്കുമാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ വന്നത്. ഇതാവുമ്പോൾ എനിക്ക് വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാനും പറ്റും. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ചായ എടുത്ത് പിന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ എണീച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത്തായം വഹിക്കാനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ അതും നോക്കി ഇങ്ങനെ ഇരിക്കായിരുന്നു. സമയം 5 മണി ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റൂംമേറ്റ്സിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യത്തിൽ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടായിരുന്നു ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അങ്ങനെ തപ്പിപ്പിടിച്ചതേ ഒരു വിധത്തിൽ ഞാൻ എൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ തപ്പെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗുളികയൊക്കെ കഴിച്ച് സെറ്റായി. പിന്നെ നമ്മളെ ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിച്ചപ്പോൾ ഇന്നത്തെ അത്താഴ പരിപാടി കഴിഞ്ഞു കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.